മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന കരുണയ്ക്കും ഉണ്ണിക്കും ദുർഗയ്ക്കും നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡാണ് വരുന്നത്. എന്തായാലും കണ്ണനെയും മഹാലക്ഷ്മിയെയും അംഗീകരിക്കാൻ പറ്റാത്തവർ ഇവിടെ താമസിക്കേണ്ടെന്ന് തന്നെ ദുർഗയോടും ഉണ്ണിയോടും കരുണയോടുമായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. അത് കേട്ടതും ഈ ദുർഗയും കരുണയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരുന്നത്. എന്തായാലും ഈ കണ്ണൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് കരുണ കണ്ണൻ്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഡോറിൽ മുട്ടി വിളിച്ചതും മഹാലക്ഷ്മി എന്ന് ഡോറ് തുറക്കുമ്പം കരുണ എന്താടിയെന്ന് ചോദിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണ് ഈ ബെഡിലിരിക്കുമ്പം കണ്ണനോട് പറയുന്നുണ്ട്, ഇയാൾ തന്ന സമ്മാനമൊക്കെ തിരിച്ചു തരാനാണ് ഞാൻ വന്നത്, അത് ഇവക്ക് തന്നെ കൊടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സാരിയൊക്കെ മഹാലക്ഷ്മിയുടെ മേത്തേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ താഴെ വീഴുന്ന സാരി മഹാലക്ഷ്മി എടുക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് താനെടുത്തോ, അത് തനിക്ക് അവകാശപ്പെട്ടതാ, ഇവൾക്ക് അർഹതയില്ലാത്തതായതുകൊണ്ട് അവളിത് തനിക്ക് തന്നെ തിരിച്ചു തന്നതെന്ന് പറയുമ്പം അതേടോ എനിക്ക് അർഹതയില്ലാത്തതാ, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ താനിത് വാങ്ങി തന്നത്, ഇപ്പം എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിനു മുമ്പ് പല പ്രാവശ്യം താൻ ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ എനിക്ക് സമ്മാനങ്ങൾ മേടിച്ചു വിട്ടു, അതും എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അങ്ങനെ ചെയ്തില്ല, നേരിട്ട് തരുമായിരുന്നു, അതും എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായേ. എന്തായാലും ഇവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ലാന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും നിന്നെ വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, എന്തായാലും നിങ്ങൾ ഞങ്ങളോട് ചെയ്തതുപോലെയൊന്നും ഞങ്ങൾ ആരോടും ദ്രോഹം ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ കരുണയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട്, IVF-ൻ്റെ ചികിത്സയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അഥവാ നടത്തിയാലും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളല്ല, അതെനിക്ക് ഉറപ്പാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇനി എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ തന്നെയായിരിക്കും താമസിക്കണം, അതിന് നിന്നെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങളെയൊക്കെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാനും ഞാൻ മടിക്കൂല എന്നുള്ള രീതിയിൽ കണ്ണൻ സംസാരിക്കുന്നുണ്ട്. പിന്നീട് കരുണ ദേഷ്യത്തോടുകൂടി തിരിച്ചു പോയി കഴിഞ്ഞതും മഹാലക്ഷ്മി പോയി ഡോറടിച്ച് കുറ്റിയിട്ടിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇവിടെ നിന്നാൽ പ്രശ്നമാവോ, നമ്മളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, എന്തായാലും ഈ കുഞ്ഞ് ജനിക്കുമെന്ന് ആ ദിവ്യയായ അമ്മ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, ദൈവങ്ങൾ കാത്തോളൂ എന്ന്. പിന്നീട് കരുണ ഗിഫ്റ്റൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലണ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, എന്താ ഈ കരുണ നീ പോയിട്ടെന്ന് ചോദിക്കുമ്പം ഞാൻ അയാളുടെ മുഖത്തെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനി അയാളെയും അവളെയും അങ്ങനെ വിട്ടാൽ പറ്റില്ല, എത്രയും പെട്ടെന്ന് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണം. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒന്നിച്ച് നിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്, അല്ലാതെ നീയും നിൻ്റെ അച്ഛനും മുത്തശ്ശിയും എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവദിക്കരുത്, അതുമാത്രമല്ല നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരാജയമാണ്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും ഉണ്ണിയേട്ടാ, എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്, അവർ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിലും നഷ്ടം സംഭവിച്ചത് എനിക്കല്ലേ, അവളുടെ മുമ്പിൽ എൻ്റെ കുഞ്ഞിനെ ഓമനിക്കണമെന്ന് കരുതിയാണ് ഞാൻ നിന്നത്, എന്നിട്ടിപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞുമില്ല, അവൾക്കാണെങ്കിൽ അധികം വൈകാതെ ഒരു കുഞ്ഞും ജനിക്കുമെന്ന്. അവരിങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മഞ്ജു അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജുവിനെ കണ്ടതും കരുണ പറയുന്നുണ്ട്, ദേ അവളുടെ കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ദുർഗ നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നേന് എന്നാ പ്രശ്നമെന്ന്, ഞങ്ങളിവിടെ താമസിക്കുന്ന പോലെയാണോ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്മേ പ്രശ്നം, ഇത് കണ്ണേട്ടൻ്റെ വീടല്ലേ, കണ്ണേട്ടൻ്റെ മാത്രമല്ല എടുത്തിയും കൂടെ വീടാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളപ്പോൾ ഇവിടെ വരാം, കണ്ണേട്ടന് മാത്രമേ എന്നോട് വരാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശമുള്ളൂ, പിന്നെ നിങ്ങൾ ഒരുപാട് അവകാശം കാണിക്കുമൊന്നും വേണ്ട, കണ്ണേട്ടനെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള അധികാര അവകാശം നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ എന്ന്. അത് കേട്ടതും കരുണയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, നീ അവളെയും അയാളെയും കണ്ടിട്ട് ലേഡി ഇങ്ങനെ കിടന്ന് നെകളിക്കണേ, നീ അങ്ങനെ ഒരുപാട് നെകളിക്കുകയൊന്നും വേണ്ട, എന്തായാലും നിൻ്റെ ഭർത്താവുണ്ടല്ലോ അവനൊരു വൃത്തികെട്ടവനെ, ആ ലക്ഷ്മിയെ വശീകരിക്കാൻ വേണ്ടി മേഘേട്ടൻ കൊണ്ടുവന്നതല്ലേ അവനെ, എന്നിട്ട് അവൻ നിന്നെ തന്നെ വശീകരിച്ചുകൊണ്ട് പോയെന്ന് പറയുമ്പോൾ ഈ മഞ്ജു പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനേക്കാളും യോഗ്യനാടി എൻ്റെ ഭർത്താവ്, ആരെയും കൊന്നും ചതിച്ചും അവരുടെ സ്വത്ത് വേണമെന്നൊന്നും എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കണില്ല, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനൊന്നും അല്ല വന്നത്, ഞാൻ ഏട്ടനെയും കാണാൻ വന്നതാണ്, എന്തായാലും ഞാൻ പോയി ഏടത്തിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ മേളിലേക്ക് കയറി പോകുന്നുണ്ട്.
ഈ സമയത്ത് കരുണ ഫോണെടുത്ത് പ്രതാപന് വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോണെടുത്തതും എന്താ മോളേന്ന് ചോദിക്കുമ്പം അച്ഛൻ അറിഞ്ഞില്ലേ വിശേഷങ്ങളൊന്നും ചോദിക്കണം. അന്നേരം എന്ത് വിശേഷം മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, ഇവിടെ അച്ഛൻ്റെ മോൾക്ക് സുഖമാണല്ലോ, ആ ലക്ഷ്മി തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണ് അവൾ തിരിച്ചു വന്നത്, അതിന് കണ്ണൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം അയാളെ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നേക്കണം. അതെന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അയാൾ തന്നെയാണെന്നാണ് പറയണേ. അതെങ്ങനെ സംഭവിച്ചു, അവൻ വീൽ ചെയറിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ IVF നടത്തിയതാണെന്നാണ് പറയണേ. എനിക്കതൊന്നും വിശ്വാസമില്ല അച്ഛാ. എന്തായാലും അയാൾ ഇന്ന് അവളെയും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് വിഷുസദ്യ സന്തോഷത്തോടു കൂടി കഴിക്കാനിരുന്നതാ. എൻ്റെ എല്ലാ സന്തോഷവും പോയി, എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് തന്നെ തോന്നണില്ല അച്ഛാ. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ മോളെ. അപ്പോൾ ഇത്രയും ദിവസം അവനും അവളും ചേർന്ന് നമ്മളെ പറ്റിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവനും അവളും മാത്രമല്ല അവരുടെ കൂടെയുള്ള എല്ലാവരും നമ്മളെ പറ്റിക്കുമായിരുന്നു. അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, നമ്മൾ മാത്രം സത്യങ്ങൾ അറിയാതിരുന്നോളൂ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉണ്ണിയേട്ടനെ പരിഹസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഉണ്ണിയേട്ടൻ സത്യങ്ങളെല്ലാം നേരത്തെ മനസ്സിലാക്കി. ആ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിക്കുമ്പം ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി അയാളും അവളും കൂടി ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് നോക്കിയാൽ മതി. എന്തായാലും എൻ്റെ അച്ഛൻ എന്നോട് ഈ ചതി ചെയ്യുണ്ടായിരുന്നു. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ മോഹിനിക്ക് സത്യങ്ങളൊക്കെ അറിയാമായിരുന്നോ മോളെ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ. അമ്മയും മനഃപൂർവ്വം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മറച്ചു വെച്ചതാണ്. വെറുതെ അല്ല അവളുടെ മോളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്, അവൾക്ക് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ. എന്തായാലും അവനെയും അവളെയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല മോളേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ റൂമിൽ ചെന്ന് ഡോറിന് മുട്ടിയതും മഹാലക്ഷ്മി ഇനി ആരായിരിക്കും വന്ന് വിളിക്കണം, ചിലപ്പോൾ എൻ്റെ രണ്ടാനമ്മയായിരിക്കും, താമ്പോ ഡോറ് തുറന്നു കൊടുക്കുക, എന്തായാലും അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെ ഈ മഹാലക്ഷ്മി ഒന്ന് ഡോറ് തുറന്നതും മുന്നിൽ മഞ്ജുവിനെ കണ്ടിട്ട്, മഞ്ജു നീ എന്താ ഇവിടെ, നീ എന്താണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല എടുത്തി, അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായില്ല. അതുപോലെ തന്നെ ലേഖേച്ചിക്കും അനന്തവട്ടനൊക്കെ ആകെ പേടിയാ, എടുത്തി ഇവിടെ സുരക്ഷിതയല്ല എന്നും പറഞ്ഞ്, അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് വന്നതാ. അവരുടെയും എൻ്റെ സമാധാനത്തിന് വേണ്ടി വന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എടുത്തിന്ന് കഴിയുമ്പം പ്രശ്നമൊക്കെ ഉണ്ട്, ഞാൻ തിരിച്ചു വന്നതും നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ നാത്തൂനും അതുപോലെ ആങ്ങളയ്ക്കൊന്നും ഒട്ടും ഇഷ്ടമായിട്ടില്ല. അത് മാത്രമല്ല കരുണയ്ക്ക് കണ്ണേട്ടൻ കുറേ സമ്മാനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിരുന്നല്ലോ, അതൊക്കെ അവൾ കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് എറിഞ്ഞിട്ട് പോയി. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എടുത്തി ഒരുപാട് സൂക്ഷിക്കണം, എപ്പോൾ വേണമെങ്കിലും അപകടം വരാം, ഏത് രീതിയിലാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ അമ്മയൊക്കെ തന്നെ, പക്ഷേ അവരുടെ മനസ്സ് മൊത്തം ദുഷ്ടതയാണ്. കൂടെ ഉള്ളതോ കരുണയ്ക്കും ദുഷ്ടത കുറവൊന്നുമില്ല. അതുകൊണ്ട് ഏടത്തിയെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ അവർ നോക്കും. ഏടത്തി സൂക്ഷിച്ച് വേണോട്ടോ ഏടത്തി നിൽക്കാൻ. അതുമാത്രമല്ല അവർ ഏടത്തിനോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് തിരിച്ച് നല്ല മറുപടിയും കൊടുക്കണം. അവരുടെ മുമ്പിൽ അങ്ങനെ ഏടത്തി തല കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. ഇല്ല മഞ്ജു, ഞാൻ അങ്ങനെ നിൽക്കാനൊന്നും ഇനി ഉദ്ദേശിച്ചിട്ടില്ല. അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാനും കണ്ണേട്ടനും ഇനി ഇരിക്കുള്ളൂ. എന്തായാലും അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരട്ടെ, അപ്പോൾ അതിന് തക്കതായ മറുപടി കൊടുത്തോളാം. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ഉവ്വ എടുത്ത് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു, എന്നാൽ ഞാൻ ഇറങ്ങുക, ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടുത്ത് തന്നെ വിളിക്കണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. താഴെ എത്തിയതും നമ്മളുടെ ദുർഗയും ഉണ്ണിയും കരുണയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജുവിനെ കണ്ടതും ദുർഗ പറയുന്നുണ്ട്, അവൾ വന്നു തുടങ്ങിയെന്ന്. അങ്ങനെ കരുണ, നീ എന്തിനാടി ഇപ്പോൾ വന്നേ, നീ അവളെ പോയി എന്ത് കണ്ടു പറയാൻ പോയത് അടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ കരുണയുടെ കാര്യം അന്വേഷിച്ചാൽ മതി, എൻ്റെ കാര്യം കൂടുതൽ അന്വേഷിക്കാൻ വരണ്ട. പിന്നെ ഒരുപാട് കിടന്ന് നിഗളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടനും എടുത്തിയും കൂടി നിങ്ങളെ 3 പേര് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പിന്നെ നിങ്ങൾക്ക് പോകാനൊരു വീട് പോലും ഉണ്ടാവില്ല. അന്നേരം കരുണ പറയുന്നുണ്ട്, നീ എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, എനിക്ക് പോകാൻ എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വീടുണ്ട്, പിന്നെ നിൻ്റെ ആങ്ങളയ്ക്കും അമ്മയ്ക്കും പോകാൻ വേറെ വീടൊന്നും ഉണ്ടാവില്ല, അതൊന്നും എന്നെ ബാധിക്കണ കാര്യമല്ല. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ ഉണ്ണിയേട്ടനക്ക് സ്വത്തൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ കരുണയെടുത്ത് ആ നിമിഷം തന്നെ ഉണ്ണിയേട്ടനെ വേണ്ടെന്ന് വെച്ച് പോകും. അത് ഉണ്ണിയേട്ടനക്കും അമ്മയ്ക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന്. എന്തായാലും ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു പോകുന്നുണ്ട്. അത് കഴിഞ്ഞതും ദുർഗയും കരുണയും ഉണ്ണിയും കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അയാളെയും അവളെയും ഇല്ലാതെയാക്കണം. നമ്മളോട് ഈ ചതി ചെയ്ത അയാളെ വെറുതെ വിടരുത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതുപോലുള്ള ചതി നമുക്ക് പറ്റിയതാ. അവൾ മരിച്ചു എന്ന് പറഞ്ഞ് നമ്മളിവിടെ കേക്ക് മുറിച്ച് ആഘോഷിച്ചപ്പോഴൊക്കെ അവൾ പ്രേതമായി വന്ന് നമ്മളെ എല്ലാവരെയും പേടിപ്പിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം നമുക്ക് മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു മണ്ടത്തരം പറ്റരുത്. അതുകൊണ്ട് നമ്മൾ തന്ത്രപരമായിട്ട് വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മിനെയും കണ്ടതും
ഈ ഉണ്ണിയും ദുർഗയൊക്കെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ എണീക്കുമ്പം ഉണ്ണി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇനി എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ തന്നെയാണ് ജീവിക്കാൻ പോണത്. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം. നിങ്ങളെ ആരെയും ഞാൻ തടയൂല. ഇനി എൻ്റെ ഭാര്യയെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങളെ 3 എണ്ണത്തിനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന്. അത് കേട്ടത് ഉണ്ണി പറയുന്നുണ്ട്, ഞങ്ങളെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോന്ന് പറഞ്ഞ് കണ്ണേട്ടനെ തിരിപ്പിക്കണേന്ന് പറയുമ്പം അതൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ സ്വഭാവം ഇയാളെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഇയാൾ നിങ്ങൾക്കെതിരെ ഒന്നും പറയാറുമില്ല. പക്ഷേ ഇയാളും ഞാനും ആയതുകൊണ്ടാണ് നിങ്ങൾ 3 പേരും ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളെ 3 പേരെയും പുറത്താക്കി വാതിലടച്ചേനേന്ന്. അത് കേട്ടതും ദുർഗയാണെങ്കിൽ നീ എന്തൊക്കെയാണ് മോനെ ഈ പറയണേ, ഇവൾ ഓരോന്ന് പറഞ്ഞ് തന്നെ കേട്ടിട്ടാണോ നീ ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പം അമ്മ കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട. സ്വന്തം മകളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയ അമ്മയെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഞാൻ അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ട് ഇത്രയും നാൾ താമസിപ്പിച്ചത്. പിന്നെ സത്യങ്ങളെല്ലാം ഇവ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പം പിന്നെ നിങ്ങളെല്ലാവരും സത്യം മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ ജനിക്കുകയും ചെയ്യും, ഈ വീട്ടിൽ തന്നെ വളരുകയും ചെയ്യും. അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയണം. അത് കേട്ടതും കരുണയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഉണ്ണിയുടെയും ദുർഗയുടെയും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.